നമ്മൾ ഇനി പോകുന്നത് പഞ്ചാബിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ എല്ലാ കണ്ണുകളും പഞ്ചാബിലേക്കാണ്. പഞ്ചാബിലെ 13 സീറ്റുകളിലേക്കാണ് ജൂൺ 1 വിധിയെഴുത്ത് നടക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് പ്രധാന മത്സരം. ശിരോമണി അകാലിദളും BJPയും കടുത്ത മത്സരം ഉയർത്തുമ്പോൾ പല മണ്ഡലങ്ങളിലും ചതുഷ്കോണ മത്സരത്തിന്റെ ചൂടാണ് പഞ്ചാബിൽ അനുഭവപ്പെടുന്നത്. പഞ്ചാബിലെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ 2019 കോൺഗ്രസ് 8 സീറ്റ്, ശിരോമണി അകാലിദൾ 2, BJP 2, ആം ആദ്മി പാർട്ടി 1 എന്നതാണ് നില. 2014 സാഹചര്യം ശിരോമണി അകാലിദൾ 4, ആം ആദ്മി പാർട്ടി 4, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3, BJP 2 എന്നതാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്നു എന്നതാണ് സാഹചര്യം. മനു, ഡൽഹിയിൽ ഒരുമിച്ച് മത്സരിക്കുന്നവരാണ് പഞ്ചാബിലെത്തുമ്പോൾ നേർക്കുനേർ മത്സരത്തിൽ ഏർപ്പെടുന്നത്. ഇന്ത്യ മുന്നണിക്ക് ഒരു സഖ്യമായി ഒന്നും മത്സരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടുത്തെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. പലയിടങ്ങളിലും ചതുഷ്കോണ മത്സരം. അതെ, ഇവര് സഖ്യം NDA സഖ്യവും 2ആയി മത്സരിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഇത്തവണത്തെ പഞ്ചാബ് തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. അവിടെ സ്വാഭാവികമായും ഈ ശിരോമണി അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം കർഷക സമരം അവർക്ക് മുന്നിൽ ഒരു വീറാമുട്ടിയായി നിൽക്കുകയാണ്. അപ്പോൾ NDA സഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ചില വഴിവെച്ചേക്കും എന്ന അവരുടെ ആശങ്കയാണ് അവർ സെപ്പറേറ്റായി മത്സരിക്കാൻ നിൽക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് കിട്ടിയാലും ഒരു ബോണസ് എന്ന രീതിയിലാണ് അവർ ഇതിനെ കാണുന്നത്. ഈ ഗുർദാസ്പൂരിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ഗുർദാസ്പൂരിൽ ജയിച്ചു, ഒപ്പം ഹോഷിയാർപൂരിൽ സോംപ്രകാശും ജയിച്ചു. ഗുർദാസ്പൂരിലാണ് ഒരു വലിയ വിജയം അവിടെ BJPക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അവിടുത്തെ ചലച്ചിത്ര താരം സണ്ണി ഡിയോൾ, അത് നമ്മുടെ ധർമ്മേന്ദ്രയുടെ മകനായതുകൊണ്ടും അദ്ദേഹം ഈ പ്രത്യേകിച്ച് ഈ ജാട്ടുകളുടെയൊക്കെ സിനിമകൾ ധാരാളം ആ ഒരു കഥാപാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സിനിമകളൊക്കെ ധാരാളം അഭിനയിക്കുകയും പഞ്ചാബ് സണ്ണി ഡിയോളാകട്ടെ ഈ പഞ്ചാബ് പ്രദേശത്തെ അവിടുത്തെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ കഥ പറയുന്ന സിനിമകളിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനൊരു പ്രീതി ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടു കാണണം. പക്ഷേ ഇതിലിപ്പോൾ ഇനിയൊരു ചോദ്യം നിൽക്കുന്നത് ഈ കർഷക വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കും, അത് ഭിന്നിച്ചു പോകുമോ, അത് കേന്ദ്രീകരിച്ച് ഒരു വശത്തേക്ക് നിൽക്കുമോ എന്നാണ്. കാരണം അത് സ്വാഭാവികമായും BJPയോടുള്ള വിയോജിപ്പ് പുറത്തു വരുന്നുണ്ട്. സ്ഥാനാർത്ഥികളോടൊക്കെ അവരുടെ വീടിലേക്ക് മാർച്ച് നടത്തുന്നു, അങ്ങനെയൊക്കെ അവിടെ നടക്കുന്നു. പ്രധാനമന്ത്രി അവിടെ റാലികളിൽ പങ്കെടുക്കാൻ പോയപ്പോൾ പല കർഷക സംഘടനാ പ്രതിനിധികളെയും വീട്ടുതടങ്കലിലൊക്കെ ആക്കിയിട്ടാണ് ചെന്നത്. ട്രാക്ടറുകൾ ഒക്കെ തടഞ്ഞ് റോഡുകൾ ബന്ദ് ചെയ്ത് അവരൊരു പ്രതിഷേധം ഉണ്ടാകും അല്ല എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകളൊക്കെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും നാളെയും അവർ പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ ബന്ദികളാക്കുന്നത് ഉൾപ്പെടെയുള്ള പല പ്രതിഷേധ പരിപാടികളും ഉണ്ടാകും. അപ്പോൾ അവിടെ BJPക്ക് വലിയ പ്രതീക്ഷ അങ്ങനെ നേരത്തെ അവരങ്ങനെ വലിയ ജയിച്ച് അവിടെ പഞ്ചാബ് മുഴുവൻ തൂത്തുവാരിയിട്ടുള്ളൊരു ഇതല്ല. ആകെ ഈ ഗുർദാസ്പൂരിലും ഹോഷിയാർപൂരിലുമാണ് ഇവിടെ. മറ്റൊന്ന് BJP ഇപ്പോൾ കോൺഗ്രസിന്റെ ഇപ്പോൾ അമരീന്ദർ സിംഗിന്റെ ഭാര്യ പ്രണീത് വരുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പാർട്ടി എത്തിയവരെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. അങ്ങനെ റെയിൻബോയാണ് ഇത്തവണ വിമതന്മാർക്ക് പിന്നെ നിറയെ സാധ്യതകൾ ഇത്തവണ അവിടെ കിട്ടിയിട്ടുണ്ട്. 13 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. അവിടെ സാധ്യമായ പരീക്ഷണങ്ങൾ BJP നടത്തുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും BJP പല ആളുകൾ ഇപ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് സ്ഥാനം പോയാലും സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് പരമാവധി ആളുകളെ അടർത്തിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു ഇത്തവണത്തെ ഒരു ലക്ഷണം ഒരു പക്ഷേ കോൺഗ്രസ്സിന് അവിടെ ചിലപ്പോൾ ചില തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാം ആം ആദ്മി പാർട്ടി നേട്ടമുണ്ടാക്കുകയാണെങ്കിൽ. കാരണം സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയിലേക്ക് ആ വോട്ടർമാർ കൂടുതൽ പോവുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ വോട്ടിംഗ് പാറ്റേണിനെ ആയിരിക്കും ബാധിക്കുക എന്നതാണ് അവിടെ നിന്ന് വ്യക്തമാകുന്നത്. അത് BJPക്ക് അവിടെ 2 സീറ്റേ ഉള്ളൂ. അത് 2 സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 40% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഇടമാണ് 2019. പക്ഷേ അത് നിലനിർത്താൻ കഴിയുമോ എന്ന സംശയം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ട്. കോൺഗ്രസ് വലിയ ഒരു പഞ്ചാബ് എന്ന് പറയുന്നത് കോൺഗ്രസിന് പഞ്ചാബിന് അവിടെ ഒരു കോൺഗ്രസ് കൾച്ചർ ഉണ്ടായിരുന്നു. മാത്രമല്ല അവർ ഒരു ദേശീയധാരയിലെന്നും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ്. ധാരാളം സൈനികരൊക്കെ ഉള്ളൊരു ജനതയാണ്. അപ്പോൾ ആ കർഷകരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഞ്ചാബിൽ പിന്നെ കോൺഗ്രസ്സിനെ അവിടെ പക്ഷേ ചില അടിപറ്റുകയുണ്ട്. അത് പരിഹരിക്കാനായി ഒരു ദളിത് മുഖ്യമന്ത്രി എന്നൊക്കെ ഉള്ള രീതിയിൽ ചന്നി അവതരിപ്പിച്ചു. പക്ഷേ അതൊന്നും അങ്ങ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ
വിജയം കണ്ടില്ല. അപ്പോൾ ഇതിലാകെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഈ BJPക്ക് ആകെ വളരെ 2 സീറ്റുകളിലെ വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകട്ടെ ഇപ്പം ഭഗവന്ത് മാൻ രാജിവെച്ച പ്രദേശത്ത് അവിടെ ആം ആദ്മി പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മാത്രമല്ല ഈ BJPയുടെ ആം ആദ്മി പാർട്ടിയുടെ ഉള്ള MP BJPയിലേക്ക് റിങ്കു കൂടുമാറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ തരൺജിത് സിംഗിനെ മറ്റുമൊക്കെ ഇറക്കിയാണ്, മുൻ അംബാസിഡറിനെയൊക്കെ ഇറക്കിയാണ് BJP സ്ഥാനാർത്ഥി പട്ടിക ഒന്ന്. അല്ല, പക്ഷെ അതൊന്നും ഒരു ജയത്തിലേക്ക് എത്താനൊക്കെ ഉള്ളൊരു സാധ്യത വളരെ കുറവാണ്. സ്വാഭാവികമായും അവിടെ വർക്കൗട്ട് ആകുന്നത് ഒരു താരപരിവേഷം ചിലപ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ വർക്കൗട്ടാകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടുത്തെ പഞ്ചാബിലെ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. പ്രധാനമന്ത്രി ഇന്ന് ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തു പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് വോട്ടാകും. പിന്നെ പഞ്ചാബിലൊരു BJPക്ക് ഉള്ളൊരു വലിയൊരു ഇതെന്തെന്ന് വെച്ചാൽ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അവിടുന്ന് ധാരാളമുണ്ട്. അവരുടെ വ്യവസായം ഈ SID വിട്ടുനിന്നു എങ്കിൽ പോലും ഒപ്പം നിന്നതിന്റെ ക്ഷീണം എന്തായാലും തെരഞ്ഞെടുപ്പിൽ SIDക്ക് നേരിടേണ്ടി വരും. അങ്ങനെ വന്നാൽ കൂടിയും ഇത് ആരോടൊപ്പം ഈ കർഷകർ നിൽക്കും, അതൊരു ചോദ്യമായി ബാക്കി നിൽക്കുകയാണ്. അത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളത്, ആ കർഷകർ ആരോടൊപ്പം നിൽക്കുന്നു എന്നതിന്. ശരി, എന്തായാലും 7ാം ഘട്ടം അവസാന ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാവുക പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇന്ത്യ മുന്നണി വലിയ സാധ്യത അവിടെ കാണുന്നുണ്ട്, വലിയ പ്രതീക്ഷയിലാണ്. 13 സീറ്റുകളാണ് പഞ്ചാബിൽ ഉള്ളത്. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് പൂർണ്ണമാവുകയാണ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും വിശദാംശങ്ങളുമായി നാളെ കാണാം. നമസ്കാരം.